നമസ്കാരം. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് ഒരു നിശ്ചിത തുക പ്രതിമാസം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സർക്കാർ. അവരുടെ വിദ്യാഭ്യാസ യോഗ്യത കണക്കാക്കി ഒരു തുക നൽകാനാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് +2 വിജയിച്ചവർക്ക് 6000 രൂപ വീതം പ്രതിമാസം, ഡിപ്ലോമ വിജയിച്ചവർക്ക് അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 8000 രൂപ പ്രതിമാസം, ഡിഗ്രി കഴിഞ്ഞവർക്ക് 10000 രൂപ പ്രതിമാസം എന്നിങ്ങനെ നൽകാനാണ് ഒരു പദ്ധതി സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. പക്ഷേ അത് കേരള സർക്കാരല്ല, മഹാരാഷ്ട്ര സർക്കാരാണ് അത്തരത്തിലൊരു പദ്ധതിയുമായി മുന്നോട്ട് വരുന്നത്. അതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന പദ്ധതി. ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു പദ്ധതിയാണ്. തൊഴിലില്ലായ്മ വേതനം പോലെ തുച്ഛമായ തുകയാണ് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലില്ലായ്മ വേതനമായി നൽകുന്നതെങ്കിൽ മഹാരാഷ്ട്രയിൽ തൊഴിലില്ലായ്മ നിരക്ക് തന്നെ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഒരു തൊഴിലില്ലാത്തവർക്കായി വിദ്യാഭ്യാസ യോഗ്യതയനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം തുക കൊടുക്കാവുന്ന ഒരു സാമൂഹിക ക്ഷേമ പദ്ധതിയുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ മഹായുതി സർക്കാർ. ഏക്നാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിലുള്ള BJPയും ശിവസേനയും ഒരുമിച്ച്, അതുപോലെ തന്നെ NCP അജിത് പവാർ വിഭാഗവും ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു മുന്നണിയാണ് മഹായുതി മുന്നണി. ഈ മുന്നണി സർക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. പെൺകുട്ടികൾക്കായി, അതായത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായി അർഹതപ്പെട്ടവർക്ക് 1500 രൂപ വീതം പ്രതിമാസം നൽകുന്ന മറ്റൊരു പദ്ധതിയും നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പദ്ധതികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഈ അടുത്ത ഏതാനും മാസങ്ങൾക്കകം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ പദ്ധതിയുടെ പ്രഖ്യാപനം വലിയ രാഷ്ട്രീയ പ്രാധാന്യവും നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഈ പദ്ധതികൾ. സമാനമായ പദ്ധതി നേരത്തെ മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പിന് മുന്നേയും BJP പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. ആ പദ്ധതിയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഇപ്പോൾ രണ്ട് പദ്ധതിയായിട്ടാണ്, സ്ത്രീകൾക്കും അതുപോലെ തന്നെ പെൺകുട്ടികൾക്കുമായി ഒരു പദ്ധതിയും തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കായി മറ്റൊരു പദ്ധതിയും, അങ്ങനെയാണ് രണ്ട് രീതിയിലാണ് മഹാരാഷ്ട്ര സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ പിന്നിലെ കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ഏതാണ്ട് 48 ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനത്ത് 45-ലധികം സീറ്റുകൾ NDA നേടും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ സീറ്റുകൾ നേടുന്നതിൽ അവർ വളരെയധികം പുറകിലോട്ട് പോയി. 23 സീറ്റോളം നേടി അവിടുത്തെ പ്രതിപക്ഷ മുന്നണിയായ മഹാ അഘാഡി മുന്നണിയാണ് അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ച് പരിശോധിച്ചാൽ ഭരണമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത. പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വരാനും സാധ്യതയുണ്ട്. പക്ഷേ ഭരണമുന്നണിക്ക് ഇപ്പോഴും പിടിവള്ളിയായിരിക്കുന്നത് രണ്ട് മുന്നണികളും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനത്തിലെ വ്യത്യാസം വെറും 0.3% മാത്രമാണ്. ഇതാണ് ഭരണമുന്നണിയെ കൂടുതൽ ക്ഷേമ പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനും പ്രതിപക്ഷത്തെ മലർത്തിയടിക്കാനും ഒക്കെയുള്ള ഒരു ഊർജം നൽകുന്നത്. അതുകൊണ്ട് തന്നെ BJPയുടെയും അതുപോലെ തന്നെ ശിവസേന, ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൻ്റെയും അജിത് പവാർ വിഭാഗത്തിൻ്റെയും ഒക്കെ കൃത്യമായ മേൽനോട്ടത്തിൽ ഈ ഭരണപക്ഷം വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. അവർ കൃത്യമായി തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അവലോകനം ചെയ്യുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ BJP പരീക്ഷിച്ച് വിജയിച്ച പദ്ധതികൾ മഹാരാഷ്ട്രയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തായാലും രാഷ്ട്രീയമായി വലിയ വെല്ലുവിളി തന്നെയാണ് ഇപ്പോഴത്തെ ഭരണപക്ഷം മഹാരാഷ്ട്രയിൽ നേരിടുന്നത്. കാരണം മുന്നണി സംവിധാനം BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു കെട്ടുറപ്പും പ്രവർത്തനവും ഒക്കെ BJPയുടെ പ്രവർത്തനത്തിലുണ്ട്. ശിവസേനയുടെ ഷിൻഡെ വിഭാഗം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്തില്ല. അജിത് പവാർ NCP വിഭാഗവും അതുതന്നെയാണ് അവരുടെയും പ്രശ്നം. അതുകൂടാതെ തന്നെ അജിത് പവാറിനോടൊപ്പം പാർട്ടി വിട്ട് BJP പാളയത്തിലേക്ക് വന്ന ഏതാനും ചില നേതാക്കന്മാർ തിരികെ NCP ശരത് പവാർ വിഭാഗത്തിലേക്ക് പോകുന്നു എന്ന വാർത്തയും ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ഭരണപക്ഷത്തിന് വെല്ലുവിളികൾ അധികമാണ്. പ്രതിപക്ഷം കടുത്ത മത്സരം തന്നെ നടത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഏതായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷവും മുന്നണിയും അതുപോലെ തന്നെ ഭരണമുന്നണിയും തമ്മിലുള്ള നേരിയ വോട്ട് വ്യത്യാസത്തിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെ സർക്കാർ തെരഞ്ഞെടുപ്പിനെ വളരെ ശക്തിയുക്തം നേരിടാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്ന ഈ പദ്ധതികൾ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Attigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call
9048 55599. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.